കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും എന്നാൽ ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണിത്. അതിനായിട്ട് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി നമുക്കൊരു ബൗളിലേക്ക് എടുക്കാം. ഗോതമ്പ് ദോശ എല്ലാവരും ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഇതേപോലെ എല്ലാ ചേരുവകളും ചേർത്ത് ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഒരു വെറൈറ്റിയാണ്, എന്നാൽ ഹെൽത്തിയാണ്. ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്കിട്ട് അതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. കൂട്ടുകാരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കില്ല കേട്ടോ. ഗോതമ്പ് പൊടിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഒരല്പം ഉപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ദോശയുടെ പരുവത്തിൽ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് ചെറിയ 3 പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ട് ഒന്ന് ഉടച്ച് ഞാനതിലേക്ക് ചേർത്തു. നല്ല ക്രിസ്പി ആയിരിക്കും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഉരുളക്കിഴങ്ങും ഹെൽത്തിയാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ചേർത്തു, പുഴുങ്ങി ഉടച്ചെടുത്തതാണ്. ഇതൊക്കെ അവരവരെ ഇഷ്ടം പോലെ ചേർക്കാം. പൊടിയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് പൊട്ടറ്റോ അധികം ചേർക്കാം കേട്ടോ. എന്നാൽ 2 കപ്പൊക്കെ പൊടി എടുക്കുമ്പോൾ ഇത്രയും ചേർത്താൽ മതി, കൂടുതൽ ചേർക്കണ്ട. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അവിടെ അടച്ചു വെക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരല്പം നല്ല ജീരകം ഇട്ട് കൊടുക്കണം. നല്ല ജീരകം ഒന്ന് പൊട്ടി വരട്ടെ. ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരല്പം കടുക് ചേർത്ത് കൊടുക്കാം, ഓപ്ഷണലാണ്. ഇനി അതിലേക്ക് കുറച്ച് കടലപ്പരിപ്പാണ്, ഓപ്ഷണലാണ് ഇതും കേട്ടോ. കുറച്ചും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി നമുക്ക് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കുമ്പോഴൊക്കെ ഒരു ടേസ്റ്റാണ്. വേണമെങ്കിൽ ചേർത്താൽ മതി. അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നൈസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവോളയാണ്. സവോള ഇതിലേക്ക് ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് പച്ചമുളകും കൂടി ഇതിലേക്ക് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. എരിവൊക്കെ അവരവരെ ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ. കുറച്ച് എരിവൊക്കെ ഇരുന്നാൽ നല്ല ടേസ്റ്റാണ്. എന്നാൽ മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ അധികം എരിവ് പാടില്ല. നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം. കൂടുതലങ്ങ് കരിയണ്ട, ഒന്ന് ബ്രൗൺ കളറാവുന്നത് വരെ. എന്നാൽ പച്ചമണം മാറി ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതി. അത്യാവശ്യം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കലക്കി യോജിപ്പിക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു, ഒരു കളറിന് വേണ്ടിയിട്ട്. ഇതിലേക്ക് മല്ലിച്ചപ്പൊക്കെ അവരവരെ ഇഷ്ടം പോലെ ഫ്ലേവറൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിലർക്ക് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് ഓപ്ഷണലാണ്. വേണ്ടവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഉടനെ തന്നെ ഇത് ചുട്ടെടുക്കാം. ഒരല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് അല്പമായിട്ട് ഒഴിച്ചു കൊടുത്ത് ദോശയായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. കുറച്ച് കട്ടിയൊക്കെ വരും. 2 ഭാഗവും മറിച്ചിട്ടെടുക്കാം. ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയോ പാം ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. വളരെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. എല്ലാവരുടെയും അഭിപ്രായം പറയൂ. ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കൂ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.